ഊഞ്ഞാലിലടണ്ടേ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ അവലി വന്നേ അവലി പോണേ. ഇന്നൊരു വെറൈറ്റിക്ക് സ്മോളുവിന്റെ എൻട്രിയാണ് നമ്മൾ എടുക്കുന്നത്. സ്മോളിപ്പോ പുതിയ ഷർട്ടൊക്കെ ഇട്ട് വന്നു. സ്മോളോ ഉണ്ണി സീൻ കോസ്റ്റ്യൂമിലാണ് വന്നേക്കണേ. ഫോക്കസ് ഉണ്ണി നമ്മള് ഉണ്ണിയും എത്തിയിരിക്കാണ്. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. മുല്ലപ്പൂല്ലേ പൂ കിട്ടിയിട്ടില്ല. നമ്മള് പൂ മേടിക്കാനായിട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ അഞ്ജനയുടെ അടുത്തേക്ക് പോവാണ്. എന്റെ ഓർണമെന്റ്സ് അവളുടെ കയ്യിൽ പെട്ടുപോയി. എല്ലാം ഉണ്ടോ നോക്കട്ടെ. ചാച്ചാ ഗൈസ് ഇത് മേടിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് വരാൻ വന്നത്. ഇത് ഇന്നലെ അവൾക്ക് സെലിബ്രേഷന് കൊടുത്തേക്കായിരുന്നു. അപ്പൊ അത് നമ്മ മേടിക്കാനായിട്ട് വന്നതായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അമൃത കൃഷ്ണാസ് യൂട്യൂബ് ചാനൽ. നമ്മള് ഓണത്തിന്റെ ഷൂട്ടിന് വേണ്ടി വന്നേക്കാണ്. ഇതേത് അമ്പലം? അന്നമനയുടെ ഒരു അമ്പലമാണ്. ഉമാമഹേശ്വര ക്ഷേത്രമാണോ? അന്നമനയുടെ അന്നമനയുടെ ഒരു അമ്പലത്തിൽ വന്നേക്കാണ്. നമുക്ക് പൂ കിട്ടിയില്ല ഗൈസ്. മുല്ലപ്പൂ നമ്മ 3-4 കടയിൽ ഇവിടെ വിചാരിച്ചിട്ടുണ്ടായി. പക്ഷെ അതെ, ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഓണത്തിന് ഷൂട്ട് ഇന്ന് എടുക്കാന്ന് തീരുമാനിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വന്നേക്കണം. ഭയങ്കര വലിയ ആർഭാടായിട്ടുള്ളതൊന്നുമല്ല, ഒക്കെ നമ്മുടെ കയ്യിലുള്ള തന്നെ സെറ്റാക്കി വന്നു. എന്റെ ഓർണമെന്റ്സ് വരെ അഞ്ജനയുടെ കയ്യിലായിരുന്നു. വരുന്ന വഴി വാങ്ങിച്ചിട്ടാണ് വന്നത്. ഗൈസ്, ഇവിടെ ഒരു കല്യാണ നോക്കുന്നു. അവിടെ ചെക്കനെ സിംഗിള് എടുത്തോണ്ടിരിക്കും. പക്ഷെ കുറച്ച് കിട്ടിയുള്ളൂ. നോക്കട്ടെ നോക്കട്ടെ, കുറച്ചുണ്ട്, കുറച്ചും കൂടെ. പൊട്ട് എടി, എന്റെ പൊട്ടൂത്തി ഇത് കറക്റ്റല്ല. അയ്യോ, നമ്മളെ ഒന്നും നടപടി ആവണില്ല. വെയിലൊന്നും മഹോത്സവമാണ്. മോളെന്നിട്ട് ഓണം ഓണം മഹോത്സവം അല്ലേ? ഓണം ഒരു ഫെസ്റ്റിവലാണ്. എല്ലാവരും നിങ്ങളൊന്നും വിചാരിക്കരുത് ഗൈസ്, നിങ്ങളവരൊന്നും വിചാരിക്കരുത്. മലയാളികൾ മാത്രമല്ല, എല്ലാവരും ആഘോഷിക്കണം. അന്റെ തലയിലോക്കു ഹെയർ സ്റ്റൈല് അച്ഛൻ്റെ ഉണ്ണി ആദ്യത്തെയും അവസാനത്തെയും. ഈ പൂവേ കുറച്ചും കൂടി വേണമായിരുന്നു അല്ലേ? ഞാൻ കാർമ കറിയില്ല. ഇവിടെ നിറച്ച് മഞ്ചാടി കുരിയാ. 2 കിട്ടിയുള്ളൂ, പറക്കാൻ സമ്മതിച്ചോളൂ. നമുക്കിനി എന്നെ കാണിക്കടാ, എന്നെ കാണിക്കടാ. ഓക്കെ, നമുക്കിനി വീഡിയോ എടുക്കാം. വളർച്ചയിലെ ആളുണ്ടെങ്കിലും തലയിൽ അച്ഛൻ്റെ ഉണ്ണി, അച്ഛൻ്റെ ഉണ്ണി, എടാ ഉണ്ണി 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 കിടന്ന് ഉണ്ണീനെ വിളിച്ചാടാ. ഉണ്ണിയുടെ ഹെയർ സ്റ്റൈല് ഉണ്ണി ഇന്ന് ഫുൾ സെറ്റ് ആയിട്ട് ഒരു ഉണ്ട്. കണ്ട, ഇതാണ് ഉണ്ണിയുടെ പുതിയ ഹെയർ സ്റ്റൈല്. ഇത് ഇന്നലെ വാങ്ങിയ ഷർട്ടാട്ടോ ഉണ്ണിയുടെ. അല്ല ഉണ്ണി ഉണ്ടാണ്ടിക്കാനാണ് പറയണേ. പറക്കിടി
പെറുക്കി എടുക്കൂ കുട്ടി. അല്ല ഇരുന്ന് പൂ പറക്കണ്ടേ റോസ് നല്ല മണ്ണുണ്ട്. വലുത്തൂണുണ്ടാ ഗൈസ് നമ്മളാകെ കൊണ്ടുവന്നേക്കണത് ഇത് മാത്രമാണ്. ഇത് ഇത് മാത്രം വീട്ടിലുള്ളതുകൊണ്ട് കിട്ടിയത് കൊണ്ടുവന്നു. ആ ഫോട്ടോയും എടുക്കും വീഡിയോയും എടുക്കും. ഇനിയിപ്പോൾ എന്നിട്ട് ചെയ്യാ ഇതും കേൾക്കും. എന്നിട്ട് ചെയ് വല്ലതും അറിയണ്ടോ നോക്കി അവള്. എന്തേല് അയ്യോ നീ വെച്ചോ. ഞാൻ എങ്ങനെ അറിയാം. ഒരു പാട്ട് പാടി. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയൊടുത്തല്ലോ ഉണ്ണി ചാടി മറന്നല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്ന് ഓടിയെടുക്കാം. എവിടെ കണ്ട എവിടെ കണ്ട. ഹലോ ആ കൈ മരിക്ക് പോസിടാൻ ഉണ്ണിനാണിച്ചേ ചിരിക്കങ്ങട് ആറ്റിറ്റ്യൂഡ് ലെവൽ ഉണ്ണി. ആ ഇങ്ങനെ സ്മോളോ എടുത്താ മുടി അയച്ചിടണ അങ്ങകലെ കേരള മണ്ണിൽ ചിങ്ങനിലാവുള്ളൊരു നാളിൽ അത്തമിടാനോടി നടക്കണ പെൺമണിയാകണ്ടേ. ചിത്തിരയിൽ ചെപ്പു കിളുക്കും വെൺമലരിന് ചുംബനമണിയാൻ ചന്ദനവും തൂകി വരുന്നൊരു ചന്ദ്രനാകണ്ടേ. തൂവാലക്കിളിമൊഴിയേ മലയാളത്തേൻ കനിയേ തൂവാലക്കിളിമൊഴിയേ മലയാളത്തേൻ കനിയേ. മാസം കണ്ണു തുറന്നു വരുന്നതു കാണണ്ടേ പുതുപൊങ്കൽ കൂടണ്ടേ. സുന്ദരേ ചെമ്പകമലരേ സുന്ദരേ ചെങ്കതിരഴകേ ചെഞ്ചുടിയിൽ പുഞ്ചിരി വിടരും പഞ്ചമി ഞാൻ കണ്ടേ. പഞ്ചമിയിൽ പുഞ്ചിരി വിടരാൻ വന്നതു ഞാൻ കണ്ടേ. നിന്റെ പേര് പതിഞ്ഞിൽ ഗൈസ് നമ്മള് ബൈക്കിലൊന്നും ഗൈസ് നമ്മളിപ്പോ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോവാന്ന് പറയണ്ടായിരുന്നു. അല്ല. കുറച്ച് ഷോട്ട് ഉള്ളിലേക്ക് പോണില്ല. പിന്നെ അങ്ങോട്ട് പോണേ ഇതാണ് എന്താ പറയാ ഇപ്പൊ നമ്മളാകെ ഒരു നടക്കണ ഷോട്ടും ഞങ്ങള് വെറുതെ ജസ്റ്റ് 2-3 ഷോട്ട് ഷോട്ട് എടുത്തു. മീൻസ് ഷോട്ട് കുറെ എടുത്തിട്ടുണ്ടെങ്കിലും വീഡിയോ എടുക്കാനേ മെയിൻ വന്നേ. കോംബോ വീഡിയോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. പിന്നെ ഞങ്ങൾ വന്നപ്പോ കുറച്ച് ലേറ്റ് ആയി ഗൈസ്. അതുകൊണ്ട് അതെന്നും സ്വാഭാവികമാണ്. സ്വാഭാവികം. പിന്നെ അതല്ല കല്യാണ വർക്കുള്ള ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനുണ്ടായി. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ലൈറ്റിങ് കറക്റ്റ് കിട്ടിയില്ല. അപ്പൊ അതെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അവര് കയറി കുറെ ഫോട്ടോ എടുത്തു. അത് ശരിയായില്ല, അത് പിടിച്ചില്ല. ഞങ്ങൾ കുറച്ചെടുത്തു. പക്ഷെ അവര് പോയപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല ലൈറ്റ് കിട്ടി. പിന്നെന്ന് വെച്ചാൽ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോ എടുക്കണത് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്നലെ 10 മണിക്കാണ് നമ്മ വീഡിയോ ഇന്ന് എടുക്കണുണ്ടെന്ന് തീരുമാനിച്ചത്. ഒരെണ്ണം എടുക്കും എന്തായാലും. ഓണം കഴിഞ്ഞിട്ടാണ് ഓണത്തിന്റെ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ഒന്നും പ്ലാൻ ചെയ്തില്ല. ചെയ്യണില്ല എന്നാണ് തീരുമാനിച്ചത്. അതെ, ഇപ്പോഴും ഞങ്ങള് വിചാരിച്ചിട്ടില്ല. വിചാരിച്ചിട്ടില്ല. ഇപ്പോഴും അറിയില്ല. പാട്ടും ഇതൊന്നും നമ്മ സെലക്ട് ചെയ്തിട്ടില്ല. ഡാൻസ് ചെയ്തിട്ടില്ല. ഇവൻ ഓടാൻ പറയും ഞങ്ങൾ ഓടും, ഇവൻ കറങ്ങാൻ പറയും ഞങ്ങൾ കറങ്ങും. അങ്ങനെ കറങ്ങി ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് സിംഗിൾ ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങളുടെ കോംബോ ഫോട്ടോസ് എടുക്കാനുണ്ട്. ഇനി ഞങ്ങളുടെ കോംബോ വീഡിയോ എടുക്കാനുണ്ട്. ഒരു സിംഗിൾ ഒരു മിനിറ്റ് ഒക്കെ ഉള്ള ഒരു വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത്ര. പിന്നെ പൂ കിട്ടിയില്ല. പിന്നെ പൂ കിട്ടിയില്ല. പിന്നെ എന്തിട്ടാന്നറിയോ, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെക്കണ സാധനല്ലേ, എന്നിട്ട് അതിനെ പറയാടി
പേരെനിക്കറിയില്ല. അതിന്റെ പേരറിയില്ല. ഇങ്ങനെ നമ്മ കമ്മലമ്മക്കോടെ വെക്കില്ലേ, അതൊക്കെ എന്തിനാ അവർക്ക് പറഞ്ഞു കൊടുക്കണേ? പറയാലോ, വിഷമം പറയാലോ. ആ സാധനം ഞങ്ങള് മേടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഓണത്തിന്റെ വിഷുവിന്റെ വീഡിയോ എടുത്ത സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞു. അല്ല, വിഷുവിന്റെ വീഡിയോ എടുത്ത സമയത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് അന്ന് ഇവൾക്കത് ഓവറായിരുന്നു. അന്ന് ഞാൻ വേറെ ഫോട്ടോ എടുത്ത് കണ്ടപ്പോ ഇപ്പൊ എനിക്ക് ഇഷ്ടമായി. അന്ന് എനിക്ക് ഇഷ്ടമുണ്ടായില്ല. അതങ്ങനെയാ ഞാൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം പറഞ്ഞത് അല്ല, ഇന്നലെ വൈകുന്നേരം 10 മണിക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ നമുക്ക് ഇതൊന്നും കിട്ടില്ലല്ലോ. പിന്നെ പൂവ് നമുക്ക് സെറ്റാക്കി കിട്ടില്ല. പൂവാണെങ്കിൽ നമ്മൾ ഇവിടെ കൊറേ നോക്കി. പക്ഷെ ഇങ്ങനത്തെ ചെണ്ടുമല്ലി, റോസ, പൂക്കളത്തി നമ്മ അടിച്ചു മാറ്റി കൊണ്ടുവന്നത്. അച്ഛൻ പൂക്കളട്ട് തീരുമാനിക്കാൻ നമ്മൾ എത്തുന്നാണ് പ്രതീക്ഷ. പിന്നെ ഇതിലെന്റെ 10ാം ക്ലാസ്സിൽ പഠിച്ച എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വാങ്ങിച്ചെന്ന് പൂക്കട്ടിയാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഞാൻ പുട്ടും പതിനൊന്നും തന്നെ 10 മണി ആവാറൊക്കെ ഉണ്ടായി. വിശക്കണു. 9:45 വിശക്കണു. ഞങ്ങള് ഇവിടെ ചാലക്കുടിയിലുള്ള അപ്പുവേട്ടന്റെ കടയിലേക്ക് വന്നേക്കണം. ഞാൻ 6:30 കഴിഞ്ഞ കഴിച്ചേ ദോശ. ഇവള് പുട്ടുമ്പഴ 5 മണിക്ക് എന്റെ പുട്ടുമ്പഴം കഴിച്ചിട്ട് എനിക്ക് വിശക്കും. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. മിക്കവാറും ദോശ, അപ്പം, ഇഡ്ഡലി. കനക്കെന്താ? എനിക്കൊന്നും വേണ്ട. ഞാൻ പുട്ടൊന്നും സത്യമായിട്ടും എനിക്ക് തിന്നാൻ പറ്റില്ല. ഛർദിക്കും. പൊങ്ങടല് പൊട്ടിച്ചാടി. നമ്മള് കൂടൽമാണിക്കത്തേക്കാണ്. അന്ന് കൂടൽമാണിക്ക് എത്തി. അറിയായിരുന്നു ഒരു സ്ഥലത്ത് നിക്കില്ലെന്ന്. അന്നമ്മനയുടെ പോയിപ്പുണ്ടല്ലോ, അവിടെ ഭയങ്കര വെയിലായി. പിന്നെ ഞങ്ങ എടുത്ത കുറച്ച് കിട്ടിയുള്ളൂ. അങ്ങനെ 2 കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങക്ക് ഡബിൾ ചെയ്യാൻ അതന്നെ. അവിടെ എന്ന് വെച്ചാ വേറെ ഒരു കല്യാണ ചെക്കൻ്റെ ഒരു സിംഗിൾ എടുക്കായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ലാഗാക്കി. അപ്പോൾ ഞങ്ങൾക്ക് അത്ര ടൈം കിട്ടിയില്ല. ഞങ്ങൾ കൂടൽമാണിക്ക രാവിലെ തന്നെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഫുള്ള് എടുക്കായിരുന്നു. നമ്മുടെ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മളിപ്പോൾ കൂടൽമാണിക്യത്തിലാണ്. ഉച്ചയാണ്, നല്ല വെയിലാണ്. എന്നാലും അത്യാവശ്യം നമ്മളിവിടെ അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട്. കൂടുതലും ഫോട്ടോസ് കിട്ടിയത് ഇവിടെ കേട്ടോ, നമ്മുടെ ഇതായിട്ടുള്ള ഫോട്ടോസ്. പിന്നെ നമ്മൾ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ.